ഇറാനിൽ ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിക്കുമ്പോഴും ക്രിസ്തീയ വിശ്വാസം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. വോയിസ് മോട്ടേഴ്സ് റേഡിയോ അവതാരകൻ ടോഡ് നെറ്റ്ലോട്ടോണുമായി പ്രമുഖ മാധ്യമമായ ഫെയ്ത്ത് വയർ നടത്തിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിശ്വാസം പ്രചരിപ്പിക്കുന്നത് തടയാൻ ഇറാൻ നടപ്പാക്കുന്ന ദ്വിമുഖ പദ്ധതി ശക്തമാകുമ്പോഴും ഇറാനിലെ യുവജനങ്ങൾക്കിടയിൽ ക്രിസ്തുവിശ്വാസം പ്രബലമാകുകയാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അഭിമുഖം. ഈ അടുത്ത കാലത്തായി ഇറാനിൽ ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായതായി ഇറാൻ ഇന്റലിജൻസ് വിഭാഗം മന്ത്രി മുഹമ്മദ് അലവി നാളുകൾക്ക് മുൻപ് ഷിയ മുസ്ലിം പുരോഹിതരെ അഭിസംബോധന ചെയ്യവെ വെളിപ്പെടുത്തിയിരുന്നു. കർക്കശ മനോഭാവത്തോടെയുള്ള ഇസ്ലാം ചിന്തകളാണ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാൻ പലരെയും സ്വാധീനിച്ചത് എന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ക്രിസ്തീയ വിശ്വാസം വളരുന്നുവെന്ന വസ്തുത അംഗീകരിക്കാൻ ഭരണകൂടം തയ്യാറല്ലെങ്കിലും അത് സത്യം തന്നെയാണെന്നതിന് തെളിവാണ് ക്രിസ്തുവിശ്വാസം തടയാൻ ഇറാൻ ആവിഷ്കരിച്ചിരിക്കുന്ന ദ്വിമുഖ പദ്ധതി. വൻതുക വകയിരുത്തി ഇസ്ലാമിക വിശ്വാസ പ്രചാരണം കൂടുതൽ ശക്തമാക്കുക, ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച ഇറാൻ പൗരന്മാർക്കെതിരായ നിയമ നടപടികൾ കർക്കശമാക്കുക എന്നിവയാണ് ഇറാന്റെ ദ്വിമുഖ പദ്ധതികൾ. ജയിൽ ശിക്ഷയും പിഴയും ഉൾപ്പെടെയുള്ള നടപടികൾ കർക്കശമാക്കുന്നത് ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുന്നവരെ അതിൽ നിന്നും പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ ചിന്ത. എന്നാൽ ഇവയ്ക്കൊന്നും ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നുവരുന്നവരെ തടയാനായിട്ടില്ലെന്ന് ടോഡ് നെറ്റ്ലോട്ടോൺ വ്യക്തമാക്കുന്നു.